Hi everyone, Jaify's kitchenലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ചക്ക കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ഇത് മമ്മിയുടെ ബർത്ത്ഡേ കേക്കായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഒത്തിരി ഡിസൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ സ്പോഞ്ച് തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ബീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മിക്സിയുടെ ജാറിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ മമ്മിക്കായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ചെറിയൊരു തിൻ ലെയറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോം ബേക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവനും കുക്കറിലോ അഥവാ അപ്പച്ചെമ്പിലോ ഉപയോഗിക്കുന്നവർ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഗീയോ ബട്ടറോ ഓയിലോ ഉപയോഗിച്ച് കേക്ക് ട്രേ ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിതിൽ ബട്ടർ പേപ്പർ കൂടി ഒട്ടിക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാം. അതിനായി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എല്ലാം കൂടി ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1/4 കപ്പ് ഷുഗർ പൊടിച്ചെടുക്കാം. സെയിം ജാറിൽ തന്നെ ചക്കച്ചോള വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. ഒട്ടും വെള്ളമയമില്ലാത്ത പാത്രത്തിൽ 2 മുട്ട ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കാം. മിക്സിയുടെ ജാർ ഉപയോഗിച്ചും വിസ്ക് ഉപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, പൊടിച്ചു വച്ചിരിക്കുന്ന ഷുഗർ എന്നിവ ചേർത്ത് മീഡിയം സ്പീഡിൽ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ജാക്ക് ഫ്രൂട്ട് പ്യൂരിയിൽ നിന്നും 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് മിക്സിയുടെ ജാറിൽ ചെയ്യുന്നവരാണെങ്കിൽ ലോ സ്പീഡിലേ ചെയ്യാവൂ. അരച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും കുറച്ചെടുത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ട്സും റൈസിൻസും മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായി ഇടാതെ 2 പ്രാവശ്യമായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി മിക്സും കൂടെ ചേർക്കാൻ മറക്കരുത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ബീറ്റർ മിക്സിയുടെ ജാറോ ഉപയോഗിക്കരുത്. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കേക്ക് ട്രേയുടെ 1/4 ഭാഗം വരെ ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്യുക. ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ്, അല്ലെങ്കിൽ കുക്കറിൽ വയ്ക്കുന്നവർ മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ചക്ക കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എനിക്കിവിടെ ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് 35 മിനിറ്റ് എടുത്തു. കംപ്ലീറ്റ് ആയി ബേക്കായോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് തിരിച്ചു പോരുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. കേക്ക് ഐസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്തോ അല്ലെങ്കിൽ സിപ്പ് ലോക്കിന്റെ കവറിലോ ആക്കി ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വെക്കാം. ഐസിങ് ചെയ്യാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കേക്കാണിത്. എന്തായാലും നമ്മുടെ കേക്കിനെ എളുപ്പത്തിൽ ഒരു സിമ്പിൾ മിറർ ഗ്ലേസ് കേക്കാക്കി മാറ്റാം. ഒരു പാനിൽ 1 കപ്പ് ജാക്ക് ഫ്രൂട്ട് പ്യൂരി, 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഷുഗർ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് ചെറിയ വാം വാട്ടറിൽ കട്ടിയില്ലാതെ മിക്സ് ചെയ്തത്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ആവശ്യമെങ്കിൽ അല്പം യെല്ലോ കളറ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരയ്ക്കും കുക്ക് ചെയ്യുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെ വേണം.
ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ അരിച്ചെടുക്കുക. ചൂടാറിയ ശേഷം ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാം. 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും ചേർത്ത് 5 മിനിറ്റ് തിളപ്പിക്കുക. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ കേക്കിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കുന്നുണ്ട്. കേക്കിനെ 3 ലെയറായി ഡിവൈഡ് ചെയ്യാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രീമിന്റെ വളരെ തിൻ ലെയറാണ് ഞാൻ കൊടുക്കുന്നത്. കൂടുതലായി ക്രീം അപ്ലൈ ചെയ്യണമെങ്കിൽ 1 കപ്പിന് പകരം 1.25 കപ്പ് ക്രീം ബീറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഷുഗർ സിറപ്പ് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് ഗ്ലേസ് ഇട്ട് യോജിപ്പിക്കുക. കേക്ക് ബോർഡിൽ അല്പം ക്രീം തേച്ച് ആദ്യത്തെ ലെയർ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്യുക. തിൻ ലെയർ ക്രീം അപ്ലൈ ചെയ്തു. സെക്കൻഡ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു. അതോടൊപ്പം അങ്ങിങ്ങ് ജാക്ക് ഫ്രൂട്ട് ഗ്ലേസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേക്കിനെ കൂടുതൽ ടേസ്റ്റിയാക്കും. അതിന്മേൽ ക്രീം അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ലാസ്റ്റ് ലെയർ കൂടെ ചെയ്ത് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്ത കേക്കിനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നന്നായി ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ഐസിംഗ് ചെയ്ത കേക്കിനെ 20 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റാൻഡും അതിന് താഴെ ഒരു ട്രേയും വെച്ച് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റാകാൻ ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ ചക്കച്ചുളയും ഒരു ചെറിയും വെച്ച് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.